നല്ല പാടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവരും പോയി കാണണം. കുറെ കാലങ്ങൾക്ക് ശേഷം ഇങ്ങനെ റൊമാൻസും കോളേജ് ലവ് സ്റ്റോറി ആ ഒരു സംഭവം കുറെ നാൾക്ക് ശേഷമാണ് കാണുന്നത്. പിന്നെ എൻ്റെ അനിയൻ ഒരു മെയിൻ വൺ ഓഫ് ദ ക്യാരക്ടർ റോൾ ചെയ്തിട്ടുണ്ട്, മാങ്കുറ്റി എന്ന് പറയുന്നത്. നല്ലോണം ചെയ്തു. അപ്പം എല്ലാവരും പോയി കാണാം. താങ്ക് യു. പടം അടിപൊളി പടമാണ്. കുറെ നാൾക്ക് ശേഷമാണ് ഒരു ക്യാമ്പസ് മൂവി വരുന്നത്. പിന്നെ പടത്തിൻ്റെ പേരാണൊക്കെ തന്നെ പ്രണയത്തെ പറ്റിയുള്ള പടമാണ്. വേറെ കോൺസെപ്റ്റാണ്. പ്രണയിക്കണം അല്ലെ പ്രണയിക്കാതിരിക്കുക, പ്രണയിക്കണം വേണ്ട അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളൊരു പടമാണ്. എന്നെ കുറേ ആൾക്ക് ശേഷം ഈ പറഞ്ഞ പോലെ ക്യാമ്പസ് മൂവി കണ്ടതിൽ സന്തോഷം. അത് ചെറിയൊരു റോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെന്താണ്, ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് നല്ലപോലെ കോർഡിനേറ്റ് ചെയ്തിട്ട് നല്ലൊരു വൃത്തിയായിട്ടൊരു പടം ചെയ്തിട്ടുണ്ട്. ഒരുപാട് കൗണ്ടറുകളുണ്ട്, ഒത്തിരി പുതിയ പുതിയ കൗണ്ടേഴ്സ് കേട്ടിട്ടുണ്ട്. പിന്നെ നല്ലൊരു പടത്തിന് ഭാഗമാറ്റിയതിൽ സന്തോഷം. അടിപൊളി സിനിമയാണ്, നല്ല മൂവിയാ. ഞാൻ ഇതിലുണ്ടായിരുന്നു. ഇത് ഡയലോഗൊന്നുമില്ല, പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ ആയിരുന്നാലും ഇപ്പോൾ മൂവി കാണുമ്പോഴായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നല്ല മൂവിയാണ്. ഒരു റൊമാൻറ്റിക് കോമഡിയാണ്. ഫാമിലി ആയിട്ടൊക്കെ വന്ന് കാണാൻ പറ്റിയ നല്ലൊരു എന്റർടൈനർ. ബോറടിപ്പിക്കില്ല. നല്ലൊരു മൂവി. എന്തോ അതെ, ക്യാമ്പസ് നല്ലതാണ്. നിങ്ങൾ ലൈക്ക് കാണുന്നവർക്ക് പിന്നെ ഒരു ഫീൽ തോന്നും, നിങ്ങൾ തിരിച്ച് ഒരു ക്യാമ്പസിലോട്ട് ചെന്ന പോലെയൊക്കെ. സോറി, ഓൾമോസ്റ്റ് എല്ലാവരുടെയും പടം എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ മുഴുനീളം ഒരു ക്യാമ്പസ് ചിത്രം. പിന്നെ ക്യാമ്പസ് ചിത്രം ആകുമ്പോൾ പറയാലോ, പടത്തിന്റെ പേരുമായിട്ട് പൂർണ്ണമായിട്ട് യോജിക്കുന്ന ഒരു പടമായിട്ട് വരും. പിന്നെ കാര്യം പറഞ്ഞ ഇതിൽ അഭിനയിച്ച എല്ലാവരും പുതുമുഖങ്ങളാണ്. അതായത് പുതുമുഖങ്ങളെന്ന് പറയുമ്പോൾ എന്തായാലും പുതിയൊരു ആർട്ടിസ്റ്റിനൊക്കെ, അതായത് ഇതിൽ നായിക കഥാപാത്രമായിട്ട് ചെയ്തു പുതിയൊരാളാണ്. അതേപോലെ തന്നെ ഇതിന്റെ ഡയറക്ഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുതിയ ആൾക്കാരാണ്. എന്തായാലും അതൊന്നും ഒരു തരത്തില് എനിക്കൊരു മോശമായിട്ട് തോന്നിയില്ല. എന്തായാലും ലാഗില്ലാണ്ട് നമുക്ക് കാണാൻ പറ്റിയ ഒരു പടമാണ്. ഒരു വടക്കം പറഞ്ഞ പടം എന്തായാലും കൊള്ളാം.